ഇതുണ്ടോ, ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് എണ്ണം വേകാത്തതല്ല, നല്ല രീതിയിൽ കത്തി പിടിക്കാത്തത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചിരട്ടക്കരി നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാം നോക്കാം. അതായത് ഇത് മൊത്തമായിട്ട് കത്തിച്ചെടുത്തതല്ല, നല്ലപോലെ പുകയൊക്കെ ഇട്ട്. അപ്പോൾ ഇത് ഈ സൈഡിൽ കുറേ നല്ലധികം കത്താണ്ട് കിട്ടിയിട്ടുള്ളതുണ്ടോ, ഇതുകൊണ്ട് നല്ല സംഭവം. അപ്പോൾ ഇത് റബ്ബറിൻ്റെ കുരുപൊട്ടിൻ്റെ ആ സംഭവമാണ്. ഇതിൻ്റെ കൂടെ ചിരട്ട മിക്സ് ചെയ്താണ് ഇട്ടത്. അപ്പോൾ ചിരട്ടക്കരി ഇതാണ്. നമ്മൾക്ക് ക്യാമ്പിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ചിക്കനൊക്കെ ചുടാൻ വേണ്ടി നമ്മൾക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടൊരെണ്ണം ഉണ്ടാക്കി നോക്കിയതാണ്. ഇനി നമുക്ക് മൊത്തത്തിൽ ചിരട്ട ഇട്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത് ഇതൊരു പാട്ടയാണ്. ഇത് പഴയ പാട്ടയാണ്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പം പാട്ടയ്ക്ക് നിങ്ങൾ ഹോളില്ലെങ്കിൽ അടിയിൽ 1-2 ഹോൾ ഇട്ട് കൊടുക്കണം. ഇതിനിപ്പം തുരുമ്പെടുത്ത് പഴയതായ കാരണം ഒരു ഹോളുണ്ടായിരുന്നു, അതുണ്ടെങ്കിൽ അതൊക്കെ മതി. ഇത് സാധാരണ പാട്ടാണ്, ഓയിലൊക്കെ വരുന്ന പാട്ടാണ്. ഇനി നമ്മൾക്ക് ഇതിനകത്ത് ചിരട്ട നിറയ്ക്കാം. അടിയിൽ ഒരു ലെയർ മാത്രം നിരത്തിയിട്ട് തീ കൊടുത്തിട്ടുണ്ട്, മൊത്തമായിട്ടിടരുത്. അപ്പോൾ ഈ ഉണ്ടാക്കിയതിൽ നമ്മൾക്ക് ഇതുണ്ടോ, ഈ സൈസിലുള്ള സംഭവങ്ങളാണ് ഏറ്റവും നല്ലത്. ഇത് കുറേ നേരം നമ്മൾക്ക് ക്യാമ്പിങ്ങൊക്കെ ചെയ്യുമ്പം അല്ലെങ്കിൽ ചിക്കനൊക്കെ ചൂടാനോ മറ്റുള്ള ആവശ്യങ്ങളൊക്കെ കരി എടുക്കുമ്പം ഈ ഒരു സാധനം ഒരുപാട് സമയം നമുക്ക് കനലായിട്ട് കിട്ടും. പക്ഷേ ഇത് നമ്മൾ ഓപ്പണായിട്ട് ഇട്ടിട്ട് കത്തിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കുറേ കത്തിപ്പോവും, അതേപോലെ തന്നെ ഈ ഒരു പരുവായി പോവും. ഇത് ഇനി അധികം നേരം നമ്മൾക്കിത് നിൽക്കത്തില്ല, നമ്മൾ കനലാക്കി നിർത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊരു പാട്ടയിൽ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുണ്ട്, ഈ രീതി കിട്ടണം. ഇതിന് നല്ല ബലമുണ്ട്. നമ്മൾ ചിരട്ടയാണെങ്കിലും പുറമേ ഇട്ട് കത്തിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ വെള്ളമൊക്കെ കോരി ഒഴിച്ചെടുക്കുകയാണെങ്കിൽ ഈ ഒരു രീതി കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ തീ കത്തി വരുന്നുണ്ട്. അടിയത്തെ ഒരു ലെയർ കത്തിയപ്പോഴേക്കും നമ്മൾ അടുത്ത ലെയർ ചിരട്ട ഇട്ട് കൊടുത്തു. മൊത്തമായിട്ട് കത്താൻ നിൽക്കണ്ട, നല്ല രീതിയിലൊന്ന് തീ പിടിക്കുമ്പോൾ അടുത്ത ലെയർ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. തീ നല്ലപോലെ കത്തി പിടിച്ചിട്ടുണ്ട്. പിന്നെ സ്ഥലകാല സൗകര്യങ്ങളൊക്കെ നോക്കണം. തീ മറ്റുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പടർന്ന് പിടിക്കാതെ നോക്കണം. അപ്പോൾ ഏകദേശം ഒരു 1/4 ഭാഗം ചിരട്ട ഇട്ടിട്ടുണ്ട്, ഇനി കുറച്ചും കൂടി ഉണ്ട്. എന്തായാലും ഇത് നല്ലപോലെ ഒന്ന് കത്തട്ടെ. മൊത്തത്തിൽ ചിരട്ട നിറച്ചിട്ടുണ്ട്. ആ സമയത്ത് തീ കെട്ടതല്ല, ഇപ്പോൾ പുകയാണ്. അടിഭാഗത്ത് നല്ല തീയുണ്ട്. ഈ ഹോളുണ്ട്, ഇതിലൂടെ എയർ മുകളിലോട്ട് കയറുന്നുണ്ട്. തീ ഇപ്പോൾ മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തുള്ള ഭാഗങ്ങളിലൊക്കെ തീ കയറാതെ. കുറച്ച് കത്തുമ്പോഴേക്കും ചിരട്ട കുറച്ച് ലെവൽ താഴും. അന്നേരം ഒരു കമ്പും കൊണ്ട് ജസ്റ്റ് ഒന്ന് താത്തിയിട്ട് അടുത്തൊരു ലെയറും കൂടി ഞാൻ ചിരട്ട നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഒന്ന് കത്തി വരട്ടെ. ഇപ്പോഴിതിൻ്റെ മുകൾ ഭാഗത്തോട്ട് തീ വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് അടച്ചു വെക്കാം. ഇതിങ്ങനെ ഒരിക്കലും കത്തിച്ച് തീർക്കരുത്. അങ്ങനെ കത്തിച്ച് തീരുവാണെങ്കിൽ അത് വെറും ചെറിയ കനലായിട്ട് അങ്ങ് പോവും, ചാരവും. അപ്പോൾ ഇത് മൂടി വെക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ടൈലിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. താഴത്തെ ഹോൾ അടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും. മുകളിൽ ചെറിയൊരു ഗ്യാപ്പ്, നിങ്ങൾ ഇതിൻ്റെ എല്ലാ സൈഡിലും കുറച്ച് ഗ്യാപ്പുണ്ട്. നിങ്ങൾ വേറെ എന്തെങ്കിലും ടൈറ്റായിട്ട് അടയ്ക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡ് മാത്രം ഏതെങ്കിലും ഒരു മൂല കുറച്ചങ്ങ് തുറന്നു വിടുക. ഇനി നമ്മൾക്ക് എപ്പോഴാണോ ഇത് പുകയൊക്കെ നിന്ന് ഇതിൻ്റെ ചൂടാറുന്നത് അന്നേരം നമുക്ക് സംഭവം തുറന്നു നോക്കാം. ഈ ഒരു പരുവാണ് നല്ലത്. കുറച്ച് അടിയിലുണ്ടായിരുന്നെല്ലാം കത്തിപ്പോയി. ഈ സംഭവങ്ങൾ ഇതാണ് നമ്മൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഏറ്റവും നല്ലത്. ഇതിന് നല്ല ചൂടുണ്ടാവും. നമ്മൾ പുറത്തിട്ട് കത്തിച്ചെടുക്കുന്നതിന് അത്ര ചൂടൊന്നും കാണത്തില്ല. അടിയിൽ പോലെ അടിപൊളി സംഭവം. ഇതിന് കഴുകി ഉണക്കിയെടുക്കണം. ഇതിനായി ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലുള്ള സാധനത്തിന് നല്ല ടെമ്പറേച്ചർ കിട്ടത്തുള്ളൂ.
നമ്മളിപ്പോൾ പുറത്തിട്ട് കത്തിച്ചിട്ട് ഇത് കണ്ടോ, ഇതിൻ്റെ അടിയിലുണ്ടായിരുന്നൊക്കെ ഈ രീതിയിൽ തീരെ കട്ടി കുറഞ്ഞു പോയി. ഇത് ഉപയോഗിച്ച് നമ്മൾ കനലുണ്ടാക്കിയോ അല്ലെങ്കിൽ ചിക്കൻ ചുടാനൊക്കെ നോക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചാരമായി പോകും. പക്ഷേ ഈ ഒരു സാധനം ഒരുപാട് സമയത്തേക്ക് കത്തി നിൽക്കും. അതേപോലെ തന്നെ പുകയൊന്നും ഉണ്ടായിരിക്കത്തില്ല, നല്ല കനലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വലിയ പാട്ടയൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇതുണ്ടോ, ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് എണ്ണം വേഗാത്തതല്ല, നല്ല രീതിയിൽ കത്ത് പിടിക്കാത്തത്. അപ്പോൾ ചിരട്ട ഇഷ്ടം പോലെയുണ്ട്. അപ്പം തേങ്ങ പൊട്ടിച്ചതിൻ്റെ ചിരട്ട ഇതുണ്ടോ, ഇതൊക്കെ നല്ല അടിപൊളി സംഭവങ്ങളാണ്. നല്ല പുകയില്ലാണ്ട് നല്ല കനൽ പോലെ കത്തി ഒരുപാട് സമയം നിൽക്കും ഈ സാധനം. ഇതിനകത്ത് കൊണ്ട് കേട്ടോ, ഇതിൻ്റെ ഈ റബ്ബർ കുരുവിൻ്റെ തൊണ്ടാണ്. ഞാൻ വീടിൻ്റെ പൊക്കത്തൊക്കെ വീണതൊക്കെ എടുത്തു വെച്ചാണ്. ഇതുണ്ടോ, അതിൻ്റെ നല്ലത് കാണിച്ചു തരാം. നല്ലത് ഇതുണ്ടോ, മൊത്തം കത്തിയില്ല. അതിൻ്റെ ടൈമിങ് എനിക്ക് മനസ്സിലായില്ല. ഞാനത് അടച്ചു വെച്ചിട്ട് പിന്നീടാണ് നോക്കിയത്. ഇതാ ഈ പരുവത്തിലുള്ളത് നല്ല ഇഷ്ടം പോലെ ഉണ്ട്. അടിഭാഗത്താണ് ഇതുണ്ടോ, ഇതൊക്കെ ഇട്ടാൽ ഒരുപാട് സമയം നമുക്ക് നല്ല കനൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പം ക്യാമ്പൊക്കെ ചെയ്യാൻ വേണ്ടി ഇതേപോലെ രീതിയിൽ കനലൊക്കെ റെഡിയാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ക്യാമ്പ് സൈറ്റിലൊക്കെ പോകുമ്പം, അല്ലെങ്കിൽ നമുക്ക് ക്യാമ്പ് ചെയ്യാൻ വേണ്ടി എവിടെയെങ്കിലും പോകുമ്പോഴോ, അല്ലെങ്കിൽ വീട്ടിൽ പെട്ടെന്ന് ചിക്കനൊക്കെ ചൂടണമെങ്കിലോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനോ ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്.